ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിടിലൻ ചിക്കൻ ചുക്കയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതിന് 1 കിലോ ചിക്കനിക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളകും പൊടി ഇട്ടാ 1/2 ടീസ്പൂൺ. ഓക്കെ, പാകത്തിന് ഉപ്പ് ആഡ് ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ട് ഒരു 4 മൂടി സുർക്ക വിനാഗിരി ചേർക്കുക. ഓക്കെ, ഒരു 4 മൂടി ഇട്ടാ. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് അതിൽ ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഒരു തക്കാളി അതിന് ശേഷം ചേർക്കുക. 1 തക്കാളി. ഓക്കെ, നന്നായി കട്ട് ചെയ്തിട്ട് അതിൽ മിക്സ് ചെയ്യുക. ഓക്കെ, 1 തക്കാളി പഴുത്ത മിക്സ് ചെയ്തതിൻ്റെ ശേഷം ചൂടുള്ള അടുപ്പത്ത് ഒരു ചീനച്ചട്ടിയിൽ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നന്നായി ചൂടായി വരുമ്പോൾ 2 സവാള അരിഞ്ഞത് അതിലിടുക. എന്നിട്ട് ഒരു ഗോൾഡൻ കളർ ഇങ്ങനെ കയറി വരണം കേട്ടോ. അപ്പം നമ്മൾ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക, അങ്ങനെ ഇളക്കിങ്ങാടിരിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഒരു 2 നുള്ള് ഒരു പഞ്ചസാര ചേർത്താൽ മതി, പെട്ടെന്ന് ഗോൾഡൻ കളർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് ഗോൾഡൻ കളർ ആയതിൻ്റെ ശേഷം ആ എണ്ണയോട് കൂടിയിട്ട് നമ്മൾ അതിൽ ചേർക്കുക. നമ്മൾ ചിക്കനിൽ നമ്മൾ കുഴച്ച് വെച്ചില്ല, അപ്പം അതിൽ മിക്സ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിൽ മിക്സ് ചെയ്തതിൻ്റെ ശേഷം അതിൽ നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കുക. ആ എണ്ണയോട് കൂടെയാണ് നമ്മൾ ആ ഉള്ളി ചിക്കനിൽ ആഡ് ചെയ്ത്. ഓക്കെ, നന്നായിട്ട് അങ്ങോട്ട് ആഡ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ആ ചട്ടി തന്നെ റീഫിൽ ചെയ്യുക. നമ്മളിപ്പോൾ കൊട്ടിയ ചീന ചട്ടി ഇല്ല, അതിൽ തന്നെ ഇടുക. ഇട്ടതിൻ്റെ ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി വീണ്ടും അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിക്കുക. നന്നായി അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അതിൻ്റെ മുന്നേ നമ്മൾ ആ വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം ഒഴിക്കുക, മുങ്ങി കിടക്കണ അതേ ഇതിലൊരു വെള്ളം ഒഴിച്ചുകൊണ്ട് നന്നായി അടച്ച് വെച്ച് വേവിക്കുക. തിളച്ചുകൊണ്ട് വന്നാൽ നമ്മൾ അതിൽ ഗരം മസാലപ്പൊടിയും പിന്നെ കുരുമുളകും പാടി 2 പാടിയും ഇതാക്കിയത് അതിൽ ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം മക്കളെ ആ വെള്ളം വറ്റി വരുമ്പോൾ ചിക്കൻ ചുക്ക റെഡി ആയിക്കണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.